بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി രണ്ടാം വാള്യം. തക്ഫീനുൽ മയ്യിത്തി, മയ്യിത്തിനെ കഫൻ ചെയ്യൽ. അക്കല്ലുൽ കഫനി, ഏറ്റവും ചുരുങ്ങിയ കഫംപൊട, ഫിർ റജുലി വൽ മർഅത്തി, സ്ത്രീയിലും പുരുഷനിലും. സൗബുൻ യസ്തുറു ജമീഅൽ ബദനി, ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രമാണ്. ഫൈലം യൂജദ് സൗബുൻ, വസ്ത്രം ഉണ്ടായില്ലെങ്കിൽ വജബ ജിൽദുൻ, തോല് നിർബന്ധമാണ്. അതുമില്ലെങ്കിൽ സുമ്മ ഹഷീഷുൻ, പുല്ലുകൊണ്ട് മറക്കൽ നിർബന്ധമാണ്. അതുമില്ലെങ്കിൽ സുമ്മ തീനുൻ, മണ്ണുകൊണ്ട് മയ്യിത്തിന്റെ ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ്. വ അക്മലുഹു, കഫംബുടയിൽ പൂർണ്ണമായ രൂപം, ഫിർ റജുലി, പുരുഷനിൽ, സലാസു ലഫായിഫ, 3 കഫംബുടകളാണ്. യഅ്മു കുല്ലു മിൻഹ, ആ 3ൽപ്പെട്ട ഓരോന്നും ഉൾക്കൊള്ളിക്കും, അൽ ബദന, അവന്റെ ശരീരം മുഴുവനും ഉൾക്കൊള്ളും. അത്രയും നീളമുള്ള 3 കഫംബുടകളാണ്. വഫിൽ മർഅത്തി, സ്ത്രീയിൽ, ഇസാറുൻ, ഒരു അരത്തുണിയും, ഫ ഖമീസുൻ, ഒരു നീളക്കുപ്പായവും, ഫ ഖിമാറുൻ, ഒരു മുഖമക്കനയും, ഫ ലിഫാഫത്താനി, പിന്നെ നേരത്തെ പറഞ്ഞ ശരീരം മുഴുവനും മൂടുന്ന രൂപത്തിലുള്ള 2 കഫംപുടകളുമാണ് സ്ത്രീയിൽ. വലാ യക്ഫിൽ മുതനജ്ജിസു, നജസായ കഫംപട മതിയാവുകയില്ല, മഅ വുജൂദി ത്വാഹിരി, ശുദ്ധിയുള്ള കഫംപുട ഉള്ളതിനോടുകൂടെ. വലാ മാ യസിഫുൽ ബശറത്ത, തൊലിയുടെ നിറം വെളിവാകുന്ന രൂപത്തിലുള്ള കഫംപുട മതിയാവുകയില്ല, ഇൻദ വുജൂദി മാ ലാ യസിഫു, തൊലിയുടെ നിറത്തെ മനസ്സിലാക്കി തരാത്ത കഫംപുട ഉണ്ടെങ്കിൽ. ഫൈലം യൂജദ് ഇല്ലാ മുതനജ്ജിസുൻ, എന്നാൽ മുതനജ്ജിസ് അല്ലാത്ത വേറൊന്നും ഉണ്ടായില്ലെങ്കിൽ, സുല്ലിയ അലൈഹി, ആ മയ്യിത്തിന്റെ മേൽ നിസ്കരിക്കപ്പെടണം. ഒരിയാനൻ, മയ്യിത്തിനെ കഫൻ ചെയ്യാത്ത നിലയിൽ നിസ്കരിച്ചിട്ട്, സുമ്മ യുക്കഫനു ബിഹി, പിന്നെ മുത്തനജ്ജിസ് കൊണ്ട് കഫൻ ചെയ്യപ്പെടുകയും വേണം. അപ്പൊ അത് മാത്രമേ അവിടെ നിർവാഹമുള്ളൂ എങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വയഹ്റുമു ഫിൽ മുഹരിമി, ഇഹ്റാം ചെയ്ത മയ്യിത്താണെങ്കിൽ ആ മയ്യിത്തിൽ ഹറാമാകും, അൽ മുഹീത്തു, ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ, ഖമീസ്, അതൊന്നും പാടില്ല. വസതു റഅ്സിഹി, തലമറക്കലും ഹറാമാണ് പുരുഷനാണെങ്കിൽ. പുരുഷനാണെങ്കിൽ ചുറ്റിത്തുന്നിയതും തലമറക്കലും ഒന്നും പാടില്ല. വഫിൽ മുഹരിമത്തി, മുഹരിമത്തായ സ്ത്രീയിൽ ഹറാമാണ്, സത്രു വജിഹിഹ, അവളുടെ മുഖം മറക്കൽ ഹറാമാണ്, ഇഹ്റാമിന്റെ അതേ രൂപത്തിൽ. വക്കദ, ഇപ്രകാരം തന്നെ, സത്തുറു കഫിഹ, അവളുടെ കൈ മറക്കലും ഹറാമാണ്, ബിൽ ഖുഫാസി, കയ്യുറ കൊണ്ട്. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഹറാമായതുപോലെ ഇവിടെയും ഹറാമാണ്. അതേസമയം കഫംപുട കൊണ്ട് പുതക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കൈ. വയുസന്നു, സുന്നത്താക്കപ്പെടും, കൗനുൽ കഫനി അബിയള, കഫംപുട വെള്ളയാവലും, മഗ്സൂലൻ, കഴുകപ്പെട്ടതാവലും, നളീഫൻ, വൃത്തിയുള്ളതും, സാബിഗൻ, ശരീരം മുഴുവനും മൂടുന്നതും, ഗൈറ ഗാലിൻ, അധികം വിലയില്ലാത്തതും ആവലാണ് സുന്നത്ത്. വതബ്ഖീറുഹു, അതിനെ പുകപ്പിക്കലും സുന്നത്താണ്, ബിൽ ഉഴുതി, ഉഴുത് കൊണ്ട്, സലാസൻ, 3 പ്രാവശ്യം. വദറുൽ ഹനൂത്തി, ഹനൂത്ത് വിതറലും സുന്നത്താണ്. ഹനൂത്ത് എന്ന് പറഞ്ഞാൽ കർപ്പൂരവും ചന്ദനവുമൊക്കെ കൂട്ടിക്കലർത്തപ്പെട്ടുണ്ടാക്കിയതായ
ഒരു സുഗന്ധം അല്ലെങ്കിൽ ചൂട്ട്, അത് വിതറൽ സുന്നത്താണ്. വൽ കാഫൂരി കർപ്പൂരവും അലൈഹി കഫംപുടയിൽ വിതറൽ സുന്നത്താണ്. വജഅലു അഹ്സനിഹി വ അത്വലിഹി ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും നീളമുള്ളതും ആയിരിക്കൽ സുന്നത്താണ്. അലാഹു ഏറ്റവും മുകളിലാക്കൽ സുന്നത്താണ്. കഫംപുട 3 കഫംപുടയിൽ ഏറ്റവും മുകളിൽ വരുന്നത് നീളമുള്ളതും ഭംഗിയുള്ളതുമാവലാണ് സുന്നത്ത്. വ കൈഫിയത്തുഹു കഫൻ ചെയ്യുന്നതിന്റെ രൂപം അയ്യൂളഅൽ മയ്യിത്തു മയ്യിത്തിനെ വെക്കപ്പെടലാണ്. ബഅദ തുഹ്രിഹി കുളിപ്പിച്ച് ശുദ്ധിയായ ശേഷം ഫൗഖൽ കഫനി എല്ലാ കഫംപുടകളുടെയും മുകളിൽ വെക്കുക, മുസ്തൽഖിയൻ മലർത്തിക്കടത്തിയതായിട്ട്. ഫയുഷദ്ദു അല്യാഹു ശേഷം മയ്യിത്തിന്റെ 2 ചന്തിഭാഗം കെട്ടപ്പെടണം. ബിഹിർക്കത്തിൻ ഒരു ശീലകഷ്ണം കൊണ്ട്. സുമ്മ യുജ്അലുൽ ഖുത്നു പിന്നെ പഞ്ഞി വെക്കപ്പെടണം. മഅൽ ഹനൂത്തി വൽ കാഫൂരി മേൽ പറയപ്പെട്ട കർപ്പൂരവും ആ സുഗന്ധവും ഒക്കെ കൂട്ടിയിട്ടുള്ളതായ പഞ്ഞി വെക്കപ്പെടണം. അലാ മനാഫിദിഹി മയ്യിത്തിന്റെ ദ്വാരങ്ങളിൽ. വ മവാദിഇ സുജൂദിഹി സുജൂദിന്റെ സ്ഥലങ്ങളിലും. സുമ്മ യുലഫു പിന്നെ മടക്കപ്പെടണം. കുല്ലു ലിഫാഫത്തിൻ ഓരോ കഫംപുടയും ആദ്യം 1 മടക്കുക. മിനൽ ഐസരി ഇടതുവശത്തിൽ നിന്ന് അലൽ ഐമനി വലതുവശത്തേക്ക് മടക്കുക. സുമ്മ മിനൽ ഐമനി ഇലൽ ഐസരി പിന്നെ വലതുഭാഗത്തുനിന്ന് ഇടതു ഭാഗത്തേക്കും മടക്കുക. അങ്ങനെ ഒന്നാമത്തേത് മടക്കുക, പിന്നെ രണ്ടാമത്തേത് മടക്കുക, പിന്നെ മൂന്നാമത്തേത് മടക്കുക. എല്ലാ കഫംപുടയും ആ രൂപത്തിൽ മടക്കിയ ശേഷം സുമ്മ തുഷദ്ദു അലൈഹി ലഫായിഫു എല്ലാ കഫംപുടകളെയും മയ്യിത്തിന്റെ മേൽ കെട്ടപ്പെടണം. ഫഇദാ വുളിഅ ഫിൽ ഖബരി ഖബറിൽ വെക്കപ്പെട്ടാൽ നുസിഅ ഷിദാദു ആ കെട്ടുകൾ അഴിച്ചു മാറ്റപ്പെടണം. വയഹ്റുമു ഹറാമാകും ജംഉ സുനൈനി 2 മയ്യിത്തുകളെ ഒരുമിച്ച് കൂട്ടൽ. ഫീ കഫനിൻ ഒരു കഫംപുടയിൽ ഒരുമിച്ച് കൂട്ടൽ ഹറാമാണ്. ബിലാ ദറൂറത്തിൻ അത്യാവശ്യമില്ലെങ്കിൽ. ബകിതാബത്തു ഷൈഇൻ മിനൽ ഖുർആനി വ അസ്മാഇല്ലാഹി തആല ഖുർആനോ അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട വല്ലതും എഴുതി വെക്കലും ഹറാമാണ്. അലൽ കഫനി കഫംപുടയുടെ മേൽ. ബിഹൈസു യബ്ഖാ അസറുഹു അതിന്റെ അടയാളം നിലനിൽക്കുന്ന സ്ഥിതി കൊണ്ട് എഴുതൽ ഹറാമാണ്. അടയാളം ഇല്ലാത്ത രൂപത്തിൽ വെറുതെ വെള്ളം കൊണ്ട് ഉമിനീര് കൊണ്ടൊക്കെ എഴുതുന്നത് കുഴപ്പമില്ല, ഹറാമില്ല. റീഖ് എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം കൊണ്ടിങ്ങനെ എഴുതിയാൽ അതവിടെ പോകും, വെറും വെള്ളമാണെങ്കിൽ. വയുക്കഫനു ഷഹീദുൻ ഷഹീദിന് കഫൻ ചെയ്യപ്പെടണം. ഫീ സിയാബിഹി അവൻ ധരിച്ച വസ്ത്രങ്ങളിൽ തന്നെ. മാലം തക്കൂൻ ഹരീറൻ പട്ട് ഇല്ലെങ്കിൽ, പട്ടുവസ്ത്രമാണ് ധരിച്ചതെങ്കിലോ ഫയുൻസർ വുജൂബൻ അതിനെ അഴിച്ചു മാറ്റപ്പെടണം, വുജൂബൻ നിർബന്ധമായിട്ടും. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.